സർക്കാരിനെ വെല്ലുവിളിച്ചു മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ചിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം. ₹1 ഗതിയില്ലാത്ത സർക്കാർ ഹൈറിച്ചിനെ തകർക്കാൻ ശ്രമിക്കുന്നതായി ഗ്രൂപ്പ് ലീഡർമാരുടെ ഓഡിയോ. ഈ പ്രാദേശികമായ മഞ്ഞപ്പത്രത്തിൽ വരുന്ന വാർത്തകളൊന്നും കണ്ട് നമ്മൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ മഞ്ഞപ്പത്രം നിശ്ചയിക്കുന്നതോ അല്ല കുറേ പിതൃവാഹുല്യയുടെ യൂട്യൂബർമാർ നിശ്ചയിക്കുന്നതല്ല നമ്മുടെ വിധി. നമ്മൾ കൃത്യമായി ജുഡീഷ്യറിൻ്റെ മുൻപിലാണ് ഹൈറിച്ചിൻ്റെ പ്രശ്നങ്ങൾ മുഴുവനുള്ളത്. അതിന് ആവശ്യമായ നിയമോപദേശവും ആവശ്യമായ നിയമപണ്ഡിതന്മാരും നമ്മുടെ കൂടെ തന്നെ കമ്പനി നിർത്തിയിട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെ കാര്യം, ₹1 തികച്ചെടുക്കാനില്ലാത്ത ഖജനാവ് കട്ടുമുടിച്ച് ചുട്ടുപിടിച്ച് നിൽക്കുന്ന സർക്കാരുള്ളത്. 200 കോടി പോയിട്ട് 20 രൂപയുണ്ടെങ്കിൽ അവർ നാവുകൊണ്ട് നക്കിയെടുക്കും. അതിനെന്ത് മാധ്യമം, എന്ത് മീഡിയാസ് അവർ ഉപയോഗിച്ചിട്ട് അവർ കയറി വരും. 212 കോടി ഫ്രീസ് ചെയ്ത് വെച്ചു, അത് കളക്ടർ രാജ്യം ഉപയോഗിച്ചു, ഡീഫ്രീസ് ചെയ്ത് വീണ്ടും ഫ്രീസ് ചെയ്യിച്ചു എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ സർക്കാരിൻ്റെ കളികൾ തന്നെയാണ്. ₹1 എടുക്കാനില്ല സർക്കാരിൻ്റെ കയ്യിൽ. 212 കോടി കിട്ടി അത്രയും ദൂർത്തടിക്കാനേ. അതിനുവേണ്ടി മാത്രമായിട്ട് ജനങ്ങളെ പൈസ തിരിച്ചു തരാൻ വേണ്ടി അവർക്ക് ഒരു കാലം ആവുന്നില്ല. ഇവിടെ അരിക്ക് വില കുറക്കാൻ അറിയാത്തവൻ്റെ സംഗതിയാണ് ഇവിടെ ഭരണം നടക്കുന്നത്. പിന്നെയല്ലേ ഹൈറിച്ചിൻ്റെ നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നത്. ഹൈറിച്ച് എന്ന കമ്പനി വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ, നമ്മളെപ്പോലത്തെ സാധാരണക്കാർ രക്ഷപ്പെടും. ആ വിശ്വാസം നമുക്ക് വേണ്ടത്. മറ്റ് പ്രതിഷേധങ്ങളും കാര്യങ്ങളും നമുക്ക് ഗ്രാജുവലി ആലോചിച്ചല്ല ചെയ്യാമെന്നാണ് നമ്മുടെ ലീഡേഴ്സിൻ്റെ അഭിപ്രായം. അത് പ്രകാരം നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങിയാൽ ഈ ആവേശം ചോരാതെ സൂക്ഷിക്കുക. മഞ്ഞപത്രത്തിലും പെയ്ഡ് ന്യൂസ് വരുന്ന ചാനലിൽ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, ഈ ഹൈറിച്ചിനെതിരായുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ ഗ്രൂപ്പ് ലീഡേഴ്സിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ളൊരു അനുമതിക്കൊക്കെയായി പോലീസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു പ്രതിരോധമായി വേണ്ടേ കണക്കാക്കാൻ? തീർച്ചയായിട്ടും അതിൽ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിനെതിരെ പോലീസും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ 200 കോടിയോളം രൂപ കോടതി വഴി മരവിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ലീഡർമാരടക്കമുള്ളവർ 2 വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഒന്ന് ഹൈറിച്ച് മീഡിയ എന്നുള്ള പേരിലും മറ്റൊന്ന് റിയൽ ഹൈറിച്ച് എന്നുള്ള പേരിലും, അങ്ങനെ 2 വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. ഈ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമാണ് ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശത്തിൽ പ്രധാനമായും ഇവർ പറയുന്നത് സർക്കാർ ₹1 വകയില്ലാത്ത സർക്കാരാണ്, ആ സർക്കാരാണ് ഹൈറിച്ചിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ ശ്രമങ്ങളെ ഒന്നും നമ്മൾ വകവയ്ക്കേണ്ടതില്ല, സർക്കാരിനെതിരെ വേണ്ടി ഒന്നാൽ സമരം നടത്തണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങളെയും കണക്കിട്ട് ശകാരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ ഹൈറിച്ചിനെ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പായി തന്നെയാണ് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിനെ കാണുന്നത്. 2000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായിട്ടുള്ള ഹൈറിച്ച് ഇപ്പോൾ ഗ്രൂപ്പ് ലീഡർമാർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജനങ്ങൾക്ക് തെറ്റായ ഒരു സന്ദേശം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. ആതിര, ശരി, ഹൈറിച്ചാണ് ഇത്തരത്തിൽ രൂക്ഷമായ ആരോപണം സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് ലീഡർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.